ഗുഡ് മോർണിംഗ്. അപ്പോൾ 2 ദിവസം നമ്മൾ വീഡിയോസൊക്കെ മര്യാദയ്ക്ക് പോസ്റ്റ് ചെയ്തിട്ട് കേട്ടോ. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ താമരത്തോട്ടത്തിലൊരു സംഭവം കാണിച്ചതാണ് കേട്ടോ. രണ്ട് വെറൈറ്റി അല്ല, നിങ്ങൾ കണ്ടാൽ തന്നെ വ്യത്യാസമുള്ളൊരു അടിപൊളി വെറൈറ്റി കേട്ടോ. വലിയ പൂവ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇത്തവണ. കണ്ടില്ലേ, നമ്മുടെ യെല്ലോ പിയോൺ കേട്ടോ ഈ കാണുന്നത്. നല്ല ഭംഗിയില്ലേ ഇവിടെ കാണാനായിട്ട്. നല്ലൊരു വൈറ്റും അതുപോലെ തന്നെ യെല്ലോ ഷെയ്ഡിൽ നിന്ന് അടിപൊളി വെറൈറ്റി കേട്ടോ നമ്മുടെ ഈ യെല്ലോ പിയോണി. അപ്പം അത്യാവശ്യം നല്ല വലിയ ഫ്ലവറാട്ടോ ശരിക്കും തന്നിരിക്കുന്നത്. ചില സമയത്ത് നമ്മൾക്ക് കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് അത് ചെറിയ പൂവും അതുപോലെ തന്നെ വലിയ പൂവൊക്കെ തരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തവണ എനിക്ക് നല്ല വലിയ ഫ്ലവറാട്ടോ എനിക്ക് കിട്ടിയിരിക്കുന്നത്. നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി വെറൈറ്റി ആട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇത്രയും ദിവസം മഴയൊക്കെ ആയിരുന്നു. നമ്മുടെ താമരത്തോട്ടമൊക്കെ എന്താ പറയുക, ഒരുമാതിരി താമരൻ്റെ തണ്ടൊക്കെ ഒടിഞ്ഞു പോയൊരവസ്ഥ കേട്ടോ. പിന്നെ അതിൽ തന്നെ വൈറ്റ് തൗസൻഡ് ആട്ടോ ഈ കാണുന്നത്. പക്ഷെ ഇത് കുഞ്ഞി പൂവാട്ടോ ശരിക്കും. ഇതിൽ നമുക്ക് 1000 പെറ്റൽസ് വരുന്നൊരു വെറൈറ്റിയാണ്. പക്ഷേ ഇത് മഴയൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നു. മഴ ആയതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പ്ലാന്റിനെ റീപോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഇത്രയും ചെറിയ പോട്ടെ. അല്ലെങ്കിൽ വലിയ പൂ, ഇപ്പോൾ നമ്മൾ യെല്ലോ പിയോണി കണ്ട പോലെ വലിയ പൂവായിരിക്കും കേട്ടോ. അതിൽ അത്രയും നല്ല തിക്കായിട്ട് ഇതളുകൾ വരുന്ന കേട്ടോ. അപ്പോൾ ഇത് കുഞ്ഞി പൂവാട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റീപോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് കുറച്ചും കൂടെ വലിയ ഫ്ലവറിങ് കിട്ടും കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ റീപോർട്ട് ചെയ്യുന്നതായിരിക്കും. ട്യൂബേഴ്സൊക്കെ സെയിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതും കൂടെ കാണിച്ചാൽ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷേ ഞാൻ കുറച്ചും കൂടെ വലിയ പൂവായിരിക്കുന്ന പ്രതീക്ഷിച്ചു. പക്ഷേ അത് എനിക്ക് അത്ര വലുത് കിട്ടിയില്ല. സാരില്ല. അപ്പോൾ നെക്സ്റ്റ് ഞാൻ റീപോർട്ട് ചെയ്യുന്ന സമയത്ത് വലിയ ഫ്ലവറിങ് കിട്ടും. അപ്പോൾ ഞാൻ തന്നെ കാണിച്ചു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഞാൻ റിയൽ ഫോട്ടോ എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വയ്ക്കാം. അപ്പം എന്താ പറയുക, എൻ്റെ അടുത്ത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, നോക്കട്ടെ. ഞാൻ വീഡിയോൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ നമ്മളുടെ റെഡ് പിയോണി ഇവിടെ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ഉള്ള കുറച്ച് ദിവസമായി, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നതുകൊണ്ട് അപ്പോൾ വീഡിയോസ് ലേറ്റ് ആയിട്ട് കേട്ടോ. പിന്നെ നമ്മുടെ അമേരിക്ക മെയിലല്ല ലിയാങ്കിൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അത് റീപോർട്ട് ചെയ്യാനായിട്ടുണ്ട്. റീപോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. എപ്പോഴാണെന്ന് തീരുമാനിച്ചില്ല. സമയം നേരമൊക്കെ അനുസരിച്ചാണ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മളിത് ഒരു 2-3 ആഴ്ച മുമ്പ് നട്ട നമ്മളുടെ ഫോറിനർ കേട്ടോ. ഫോറിനർ ഇത് ഇവിടെ 2 മുട്ട എനിക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ പെട്ടെന്ന് തന്നെ മുട്ട വന്നിട്ട് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ മഴക്കാലത്ത് ഞാൻ പെട്ടെന്ന് മുട്ട തരില്ല എന്നാണ് വിചാരിച്ചത്. ഇത് ലേറ്റ് ആവും വിചാരിച്ചു. പക്ഷേ എന്നെ ഒരിക്കലും നിരാശയാക്കിയില്ല. നമ്മൾ എത്രത്തോളം സ്നേഹം കൊടുക്കുന്നോ അത്രയും നമുക്ക് ഫ്ലവറിങ് തരുന്നല്ലേ പറയാറ്. അതുകൊണ്ടായിരിക്കാം, നമ്മളോട് സ്നേഹം കൊണ്ടൊക്കെ ആയിരിക്കാം കേട്ടോ അവർ പെട്ടെന്ന് പൂ തരുന്നത്. പിന്നെ നിങ്ങളുടെ വീഡിയോസ് കാണലും കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് പൂക്കളും കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നത് കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ ഫുൾ തോട്ടം തേങ്ങ നിൽക്കുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും ലോട്ടസൊക്കെ എങ്ങനെയാണ് നടുക വീട്ടിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം വളരെ സിമ്പിളായിട്ട് നടാനൊക്കെ നമ്മുടെ വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നടുന്ന വീഡിയോസും അതുപോലെ തന്നെ റീപോർട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് എല്ലാവരും അതെടുത്ത് നോക്കാം. പിന്നെ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കേട്ടോ. ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്താൽ. അപ്പോഴത്തേക്കും നമ്മുടെ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആമ്പലുകൾ ഏകദേശം കുറേയൊക്കെ പൂത്തിട്ടുണ്ട്, ചിലതൊന്നും പൂത്തിട്ടില്ല. ആമ്പൽ ഞാൻ ഓരോന്നിട്ട് കാണിച്ചു കേട്ടോ. നമ്മളുടെ ബുൾസൈയാണ്. ബുൾസൈ നല്ല രാവിലെ ഇപ്പോൾ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ക്ലൈമറ്റാണ്. രാവിലെ നേരത്തെയും അതുപോലെ തന്നെ വൈകുന്നേരം സമയങ്ങളിൽ ഞാനിങ്ങനെ ക്ലോസപ്പായിട്ട് കാണിച്ചു കേട്ടോ. കണ്ടില്ലേ, നല്ല ഭംഗിയാണ്. നമ്മുടെ ഇത് കിങ് ഓഫ് സിയാം എന്ന് പറഞ്ഞൊരു വെറൈറ്റി കേട്ടോ. ഇത് ഒരു ഇവിടെ കൂടെ ഞാൻ കാണിച്ചു തരാം. നല്ല കാറ്റത്ത് ഇങ്ങനെ ആടി ഒലഞ്ഞ് നിൽക്കുക കേട്ടോ നമ്മുടെ യെല്ലോ പിയോണി. നല്ല കാറ്റുണ്ട്, നല്ല വെയിൽ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി സെറ്റ് കേട്ടോ. നമ്മളുടെ ഗാർഡൻ തന്നെ കാണുന്നത്. അതിനകത്തൊരു ബട്ടർഫ്ലൈ വന്നിരിക്കുന്നുണ്ട്, തേൻ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നല്ലൊരു കാഴ്ചയായിട്ട് ശരിക്കും കാണാനായിട്ട്. പറന്നുപോയി. പിന്നെ നമ്മളുടെ ഓസ്ട്ര അവിടെ നിൽക്കുന്നുണ്ട്. ഓസ്ട്ര എൻ്റെ അടുത്തൊരു ഫേവറേറ്റ് പൂവാണ് നമ്മുടെ ഓസ്ട്ര കേട്ടോ. എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമാണ് ഓസ്ട്ര എന്ന് വെച്ചാൽ. ഭയങ്കര എന്താ പറയുക, പ്രത്യേക ഒരു ഇഷ്ടം തോന്നി ഞാൻ പോയി മേടിച്ചാണിത്. പിന്നെ നമ്മുടെ പേർപ്പിൾ ജോയ്, ഇത് ഞാൻ ഇഷ്ടത്തോടെ പോയി മേടിച്ച കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, എന്ത് ഭംഗിയാന്ന് നോക്കിയേ അല്ലേ, നല്ല സെറ്റായിട്ടുണ്ട്. നമ്മുടെ റെയിൻ ലില്ലിയൊക്കെ പുഴുവൊക്കെ തിന്ന് അത്യാവശ്യം ഒന്ന് പുഴുവിനൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞ് ക്ലീൻ ആക്കി തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ എന്താ പറയുക, സീബ്ര ജേഴ്സി എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട് വലിയ ഇതേപോലത്തെ സാധനം. അതിൻ്റെ കിഴങ്ങൊക്കെ തിന്ന് അത് അളിഞ്ഞ് ചീഞ്ഞ് പോയി കേട്ടോ. പിന്നെ നമ്മുടെ എന്താ പറയുക, അടീനിയ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത് ട്യൂബേഴ്സിന് കുറച്ചും കൂടെ അവൈലബിൾ ഉണ്ട്. നമ്മുടെ സഹസ്രദത്തിന് ട്യൂബർ ഉണ്ട് കേട്ടോ കുറച്ചും കൂടെ. അതിപ്പം വേണ്ട ആൾക്കാർ ഓർഡർ ചെയ്തോളൂ. 3-4 ആൾക്കോളം ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2-3 ടൈപ്പുണ്ട്. വലിയ ടൈപ്പും ഉണ്ട്, ചെറിയ ടൈപ്പും ഉണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പം വേണ്ട ആൾക്കാർ വീഡിയോക്ക് താഴെ കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ.
പിന്നെ റെയിൻ ലില്ലി അത്യാവശ്യം ഇവിടെ നന്നായി വളർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. റെയിൻ ലില്ലി. പിന്നെ നമ്മുടെ മതിലിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ബോഗൺവില്ല. ഇത് വേനൽക്കാലത്ത് മാത്രമേ പെട്ടെന്ന് പൂക്കുള്ളൂ കേട്ടോ. വേനൽക്കാലത്ത് പൂക്കും, പക്ഷെ ഇപ്പം കുറച്ച് പൂക്കളൊക്കെ തരുള്ളൂ. നമ്മുടെ എന്താ പറയുക, ബോഗൺവില്ല കുഴപ്പമില്ല. പിന്നെ കുറച്ച് 10 മണിയുണ്ട്, അതിലൊക്കെ നിറച്ച് പുല്ലും ഒക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു ദിവസം നമുക്ക് ഇരുന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. പക്ഷെ അത് ടൈം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത് കേട്ടോ. പിന്നെ നമ്മുടെ ഇത് റീപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട്, നമ്മുടെ ജാപ്പോണിക്ക. അതിപ്പോൾ ഇങ്ങനെ ശോഷിച്ച് നിൽക്കുന്നുണ്ട്. നമുക്ക് ടൈമിൻ്റെ കാര്യം കൊണ്ട് മാത്രമാണ് അപ്പം നമുക്കത് മാറ്റാൻ പറ്റാത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെയായി. പിന്നെ ഇത് എവിടെയുള്ള വിരിഞ്ഞ് കഴിഞ്ഞു. ഇപ്പം 2 ദിവസം കഴിഞ്ഞ് തോന്നി അതിനകത്ത് പൂവൊക്കെ വരാനായിട്ട് കേട്ടോ. ഇതിനടിയിലോട്ട് നോക്കുകയാണെങ്കിൽ ചെറിയൊരു തൈ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനകത്ത് ചെറിയൊരു കുഞ്ഞ് തൈ കൂടി ഉണ്ട് കേട്ടോ. അത് കുറേ ദിവസം ഇതൊന്നും പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ തൈ കിട്ടില്ല. കുറേ പേർ ചോദിക്കുന്നുണ്ട് ആമ്പലിൻ്റെ തൈ കിട്ടുമോ, നമ്മുടെ ഇതിൻ്റെയൊക്കെ തൈ കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇത് നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് നമുക്ക് നോർമലി ഒരു നാടൻ ആമ്പൽ തരുന്നത് പോലെ നമുക്ക് അത്രയും എന്താ പറയുക തൈകൾ നമുക്ക് തരില്ല. ഇതിനകത്ത് ഒരെണ്ണമുണ്ട്, കാണുന്നുണ്ടോ? ഈ കാണുന്ന കേട്ടോ നമ്മുടെ, കണ്ടോ അടിയിൽ? അത് നമ്മളുടെ തൈയാണ്, ഇതിൻ്റെ തൈയാണെന്ന് വിചാരിക്കുന്നു. പക്ഷെ അത് കുറേ കാലം അങ്ങനത്തെ നിൽക്കാൻ തുടങ്ങിയിട്ട് അത് പെട്ടെന്ന് നമുക്കത് തരുന്നില്ല. പൂവല്ല, നമ്മുടെ തൈകൾ. പിന്നെ നമ്മുടെ മെക്സിക്കൻ സ്ക്വാഡ് സെറ്റായി നിൽക്കുന്നുണ്ട് കേട്ടോ. പൂവൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ മെക്സിക്കൻ സ്ക്വാഡാട്ടെ നിൽക്കുന്നത്. ഇഷ്ടം പോലെ പൂക്കൾ തരുന്നുണ്ട്. അടിപൊളി വെറൈറ്റി ആട്ടോ ഇത്. പിന്നെ നമ്മുടെ ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് പരിപാടി കലാവിരുദ്ധകളോട് കാണിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ പായക്കകത്ത് മണ്ണ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പായയെ വിരിച്ചത് തന്നെ. പക്ഷെ അപ്പോഴത്തേക്കും അമ്മ എടുത്തിട്ട് കണ്ടില്ലേ, വെണ്ടയ്ക്കും വഴുതിരിങ്ങയൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. മുളക് തൈയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ മണ്ണുണ്ടല്ലോ, നമ്മൾ വീടിൻ്റെ പഴയ മണ്ണാണ് കേട്ടോ. പക്ഷെ ഇത് നല്ല എന്താ പറയുക, നല്ല പ്രോട്ടീനുള്ള മണ്ണാണെന്ന് തോന്നുന്നു. കാരണം ചെടികളൊക്കെ പെട്ടെന്ന് വരുന്നുണ്ട്. നമ്മുടെ ഫോറിനർ വെച്ചിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ. എന്താ പറയുക, സെറ്റായിട്ട് പൂവും അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ഗ്രോത്ത് കിട്ടി. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി നല്ല മണ്ണൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫ്ലവർ ചെയ്ത് തരും. അല്ലാതെങ്കിൽ നമുക്ക് കുറച്ച് സ്ലോ ആയിരിക്കും തോന്നുന്നു, കറക്റ്റായിട്ട് അറിയില്ല. ഇത് പക്ഷേ പെട്ടെന്ന് നല്ല രീതിക്ക് മണ്ണും വളങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സെറ്റായിട്ട് വളരുന്നുണ്ട്. പിന്നെ വേറെ കുറേ ആൾക്കാരുടെ ഡൗട്ടുണ്ട് നമ്മുടെ താമരയ്ക്ക് വളം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഒരു വീഡിയോ സെപ്പറേറ്റ് വീഡിയോ ഞാനത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ താമരൻ്റെ വളപ്രയോഗങ്ങളൊക്കെ. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വെച്ച സഹസ്രം കേട്ടോ. അതിൻ്റെ ലീഫ് ഇങ്ങനെ മുകളിലോട്ട് കുറച്ച് പൊങ്ങി വരുന്നുണ്ട്. ഇപ്പോൾ 3-4 ദിവസമായി. വെള്ളത്തിൻ്റെ കളറൊന്നും മാറ്റമൊന്നുമില്ല, അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അത് നമുക്ക് നോക്കിയിട്ട് ക്ലീൻ ആക്കാം കേട്ടോ. പിന്നെ ഇത് നമ്മുടെ തമോണ് കേട്ടോ. തമോ അതേപോലെ ലീഫൊക്കെ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്, കണ്ടില്ലേ, കുറേശ്ശെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ അമേരിക്ക മേലി ഇതൊക്കെ ഇങ്ങനെ വിടത്തെ കൊടുക്കാത്തതുകൊണ്ട് പോയത് പുഴു നോക്കി. ഈ 2 ആൾക്കാരോട് ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. നമുക്കിവരെ കൊല്ലണ്ടേ? ഞാൻ ചെയ്യുന്നത് ശരിയാണെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ അവരെ കളയുന്നില്ല, ഇതങ്ങോട്ട് ഇടാൻ പോകാം കേട്ടോ. അവരവിടെ ജീവിച്ചോട്ടെ. ഇവിടെ കുറച്ച് വെണ്ടയ്ക്കൊക്കെ ഉണ്ട്, അത് കുഴപ്പമില്ല, നമുക്ക് വെണ്ടയ്ക്ക കടയിൽ നിന്ന് മേടിക്കാം. അപ്പം അവർക്കും ജീവിക്കണ്ടേ, നമ്മളെല്ലാവരെയും കൊന്നു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഈ ലോകം നമ്മുടെ മാത്രമല്ല, ഈ എല്ലാ ജന്തു ജീവജാലങ്ങൾക്ക് ആവാസ വ്യവസ്ഥയൊക്കെ അനുസരിച്ച് വരുന്ന ലോകമല്ലേ. അതുകൊണ്ടിട്ട് ഞാൻ അങ്ങനെ കൊല്ലാറില്ല കേട്ടോ. അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം ചിലതൊക്കെ അങ്ങനെ കയ്യിൽ നിന്ന് അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട്. അപ്പം അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ഇടാം കേട്ടോ. വീഡിയോക്ക് താഴെ കമൻറ്റ് ഇടാൻ, നീ ചെയ്ത് തെറ്റ് അല്ലെങ്കിൽ നീ ചെയ്ത് ശരി എന്ന് കമൻറ്റൊക്കെ ഇടാം കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ പുഴുണ്ടാകും വിചാരിച്ചു, പുഴില്ല. ഇതിപ്പം കുറച്ച് ദിവസം കഴിഞ്ഞാൽ വിരിയാനായിട്ടില്ല. നമ്മുടെ ചന്ദ്രഭംഗി കേട്ടോ, അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് നമ്മുടെ ചന്ദ്രഭാഗ. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവിടെ കേട്ടോ. ഇവളിങ്ങനെ ആടി വലഞ്ഞ് നിൽക്കുന്നതാണ്, എന്ത് ഭംഗിയാണ് നോക്കി അല്ലേ. അപ്പം ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് കമൻറ്റ് ഷെയറൊക്കെ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഇതേപോലെ ഇഷ്ടമുള്ള സുഹൃത്തുക്കൾ ഉണ്ടാവുമല്ലോ, ഗാർഡനിങ് ഇഷ്ടമുള്ള ആൾക്കാർ, അതുപോലെ താമര ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നമ്മുടെ വീഡിയോയ്ക്കൊന്ന് എന്താ പറയുക, നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഫേസ്ബുക്കിലാണെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് സെയിൽ പോസ്റ്റ് കാര്യങ്ങൾ ഇടുന്നുണ്ട്, അതുപോലെ തന്നെ താമര നടുന്ന രീതി ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടിയിട്ടുള്ള മിക്സിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ, നമ്മുടെ ഗാർഡനിൻ്റെ ഫുള്ള് വീഡിയോ ആണ്. അപ്പം എന്താ പറയുക, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, ഫോളോ ചെയ്യുക.
സപ്പോർട്ട് ചെയ്യുക, ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്യാം. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരേക്കും എല്ലാ കുട്ടികൾക്കും ഒരു കൂടി ബൈ ബൈ.